മമ്മൂട്ടിയുടെ ഡബിൾ മാസ് എഫക്റ്റ് ആണ് പടത്തിൽ കാണുന്നത്. മമ്മൂക്ക ഈ ദുബായ് എന്ന് പറഞ്ഞൊരു പടത്തിന് ശേഷം ചെയ്തൊരു പടമാണ്. അപ്പം ഒരു കംബാക്ക് ആയിരുന്നു മമ്മൂക്ക ആ പടം. അറിയാലോ, മമ്മൂക്ക അഴിഞ്ഞാടിയ ഒരു ചിത്രമാണ് വലിയേട്. എത്ര തവണ കണ്ടാലും പക്ഷെ അതേപോലെ ഒരു പുത്തൻ ഒരു വിസ്മയം തന്നെയാണ്. ഒന്നും പറയാനില്ല, കിടില. പക്ഷെ മമ്മൂട്ടി 24 വർഷങ്ങൾക്ക് ശേഷം 4K അറ്റ്മോസിൽ വലിയേട്ടൻ എത്തുകയാണ്. ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് ചോദിക്കാം, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറയാണ് ഈ പടം അത് ഞാൻ പണ്ട് സ്കൂളിൽ പോയി പഠിച്ചിരുന്നപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും തിയേറ്ററിൽ 4K അറ്റ്മോസിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പടം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4K അറ്റ്മോസിൽ തന്നെ കാണണം, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. വലിയേട്ടൻ്റെ ആ ഒരു 4K ഡോൾബി അറ്റ്മോസ് ഒരു രക്ഷയില്ല. ചേട്ടാ 200-300 തവണയെങ്കിലും കയറിയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ വന്ന് ഇത്രയും തവണ ഇട്ടിട്ടും പിന്നെ വന്ന് കാണാനുള്ള ഒരു ഫയർ എന്താണ് ഈ പടത്തിൽ? അല്ല, അത് തീർച്ചയായിട്ടും ആ പടം പണ്ടേ മാസ് പടമാണ്. മമ്മൂക്ക ഈ ദുബായ് എന്ന് പറഞ്ഞൊരു പടത്തിന് ശേഷം ചെയ്തൊരു പടമാണ്. അപ്പം ഒരു കംബാക്ക് ആയിരുന്നു മമ്മൂക്ക ആ പടം. അന്ന് നമുക്കത് ഒരു കംബാക്ക്. ചേട്ടൻ തിയേറ്ററിൽ കണ്ടതാണോ ഈ പടം? ആ സ്കൂളിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ കണ്ട. ചേട്ടൻ എത്ര വയസ്സാ? എനിക്കൊന്ന് 10ാം ക്ലാസ് പഠിക്കാം. അപ്പം അതിനുശേഷം ഇപ്പം തിയേറ്ററിൽ വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് ഒരു വൈൽഡ് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനം. അതും നമ്മൾ കണ്ടത് 4K സ്ക്രീനിലാണ്, നമ്മുടെ ഏരീസ് ഫ്ലെക്സിൻ്റെ. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങൾ ഈ പടം കാണുവാണെങ്കിൽ 4K തന്നെ കാണണം. 4K കാണാൻ ഒരു കാര്യമില്ല, 4K തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ടി വിയിലൊക്കെ കണ്ടെങ്കിലും ആ ഒരു ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഫ്രഷ്നെസ് ഉണ്ട്. കാരണം 4K ആ സൗണ്ടും എല്ലാം കൂടെ ആയപ്പോൾ പടം ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അറിയാലോ, മമ്മൂക്ക അഴിഞ്ഞാടിയ ഒരു ചിത്രമാണ് വലിയേട്. വേറൊന്നും പറയാനില്ല. അതായത് ഇപ്പോൾ 24 വർഷത്തിന് ശേഷമാണ് പടം ഇറങ്ങുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് പിന്നെ പടം ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാൻ വന്ന പോലുള്ള ഒരു ഫ്രഷ്നെസ്. അതായത് ഇപ്പോൾ ഇത്രയും, അതായത് ഈ കൈരളി TV തന്നെ നിരവധി തവണ എത്രയോ തവണ വന്നിട്ട് പിന്നെ ഇപ്പോൾ വന്ന ഒരു പടമാണ്. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു ഇത്രയും തവണ നമ്മൾ പിന്നെ ഇനി തിയേറ്ററിൽ കാണാൻ പറ്റാത്ത പടമാണ്, എന്നാൽ തന്നെ ടി വിയിലും ബാക്കിയുള്ള എല്ലാം കുറേ തവണ കണ്ട പടമാണ്. അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഒരു ഫീൽ ചെയ്യുന്നുള്ള ഒരു ഇതിലുണ്ടായിരുന്നു. പക്ഷെ വന്ന് പടം തുടങ്ങി പിന്നെ അങ്ങോട്ടൊരു ഉത്തമ ഒരു വിസ്മയം തന്നെ കേട്ടോ. ചേട്ടാ 4K എങ്ങനെ ഉണ്ടായിരുന്നു? 4K പറയാൻ വയ്യ, കിടിലം സാധനം, കിടിലം. എല്ലാവരും ഫാമിലിയായിട്ട് മൊത്തത്തിൽ കാണേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മൾ എത്ര തവണ കണ്ടാലും പക്ഷേ അതേപോലെ ഒരു പുത്തൻ ഒരു വിസ്മയം തന്നെയാണ്. നല്ല ഗംഭീരമായിട്ട് തന്നെ എല്ലാം അവർ ഫുള്ള് എല്ലാം വർക്കെല്ലാം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കണ്ടിട്ടില്ല. ഇപ്പം മറ്റേ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ എഴുതി കാണിച്ച് അതിൻ്റെ ആ ഒരു ഹൈപ്പും നമ്മൾ ആ ഫാനിൻ്റെ ആ ലെവലിൽ കാണുന്നതിൻ്റെ ഒരു പുതിയ പടം കാണുന്ന ഒരു ഫീല് ഒരു രക്ഷയില്ല. തകർത്ത് തിയേറ്ററിൽ ഈ കൈരളി ചാനൽ ഇത്രയധികം തവണ പടം വന്നു, എന്നിട്ടും മലയാളം കൂട്ടത്തോടെ വരികയാണ് ഒരു മനുഷ്യനെ കാണാം. മമ്മൂക്ക 4K എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു, കിടിലായിരുന്നു. സൗണ്ട് ക്വാളിറ്റി നമ്മൾ കാണേണ്ടത് തന്നെയാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒന്നും പറയാനില്ല, കിടിലം. ഇതിന് ശേഷം ഇറങ്ങിയ മൂവിയാണ്. 4K കാണാൻ ഒരു രക്ഷയില്ല, പ്രത്യേകിച്ച് ആ പാട്ടും ഫൈറ്റ് സീൻസൊക്കെ ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ ഒന്നുകൂടെ കാണാൻ കിട്ടിയ ഒരു അവസരം, അത് നല്ല ഇതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൗണ്ട് എഫക്ട്സ് ഒക്കെ നല്ല രീതി ഉണ്ടായിരുന്നു. ചില ഇതൊക്കെ നമുക്ക് ഡയലോഗ്സ് ഒക്കെ ടി വിയിലൊക്കെ കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അന്ന് മസ്റ്റ് ഒരു പ്രാവശ്യം നമുക്ക് കാണേണ്ട ഒരു ഇതാണ്. പിന്നെ വലിയേട്ടനൊക്കെ എത്ര കണ്ടാലും മതി വരാത്തൊരു സിനിമയാണ്. അതെന്തായാലും കാണേണ്ട ഒരു ചിത്രം തന്നെ. താങ്ക് യു ബ്രോ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. 4K ഒക്കെ ഉണ്ടായിരുന്നു? 4K ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ മമ്മൂട്ടി കൈരളി കണ്ടിട്ടില്ല? ഇല്ല, പാട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് പക്ഷെ മമ്മൂട്ടി ബ്രോ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം, മമ്മൂക്ക മാസ്. 24 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ വലിയേട്ടൻ റിലീസ് ചെയ്ത് ഇപ്പൊ റിലീസാണ്. മമ്മൂട്ടിയുടെ ഡബിൾ മാസ് എഫക്റ്റ് ആണ് പടത്തിൽ കാണുന്നത്. തിയേറ്ററൊക്കെ കിഴിഞ്ഞ് ഓരോ പഞ്ച് ഡയലോഗ് എന്ന് പറയുക 4K അറ്റ്മോസിൽ വന്നെങ്കിലും ഒരു രക്ഷയില്ല. നമ്മളെല്ലാം 24 മമ്മൂക്ക വേറെ ലെവല്. അതെ, ഒരു രക്ഷയില്ല. പഞ്ച് ഡയലോഗ് എന്നൊക്കെ തിയേറ്ററിൽ ആദ്യം കണ്ടതാണോ? പിന്നെ നമ്മള് അർമാദിച്ചതല്ലേ പണ്ട് ശ്രീകുമാർ തിയേറ്ററിലൊക്കെ നമ്മള് പടം മാസ് ആക്കിയതാണ്. ഇപ്പൊ ഡബിൾ മാസ്. ആ പഞ്ച് ഡയലോഗ് ഇപ്പൊ 4K അറ്റ്മോസിൽ തന്നെ കാണണം. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പടം ഫസ്റ്റ് റിലീസാകുമ്പോൾ മമ്മൂട്ടിക്ക് 49 വയസ്സാണ്. ഇന്ന് 73 നിൽക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കാണാതെ പോയ കുറച്ച് പേർക്ക് ഇതൊരു സംഭവം തന്നെയാണ്. ഞാനൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ലേ ഈ പടം? തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടപ്പോൾ പഴയതിനേക്കാൾ അതിഗംഭീരമായാണ് മമ്മൂട്ടി അമ്മ കാണുന്നത്. നമ്മളൊരു 10-50 അല്ലെങ്കിൽ 100 കുറഞ്ഞത് ഒരു 200 വട്ടമെങ്കിലും ഈ പടം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിരുന്ന് കാണുമ്പോൾ
ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിന്റെ കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ഇത് 4K കൂടെ ഒരു വേറൊരു മൂഡ് നമുക്ക് പുതിയ പടം കാണുന്ന എങ്ങനെ ആ ഒരു എഫക്ട് ഒന്നും കൂടെ പുതിയതായിട്ട് കാണുന്ന പോലെ പല സീൻസും തോന്നിയത്. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. 4K എങ്ങനെയുണ്ട്? 4K ഒരു രക്ഷയില്ല. എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും പുതിയ പടം. ഇന്ന് നമുക്ക് ഈ പുതിയ ന്യൂ റിലീസ് അതേപോലത്തെ ഒരു എഫക്ട് ആയിരുന്ന പടം മൊത്തം അടിപൊളിയായിരുന്നു. ഇറങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പം വല്യേട്ടൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ ഒരു സ്റ്റൈലാണെങ്കിൽ ഇപ്പോഴും അത് ട്രെൻഡിങ് ആയിട്ട് പോവുകയല്ലേ. ഇത്ര ആൾക്കാർ ഇത്ര സെലിബ്രേഷൻ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതിങ്ങനെ നിൽക്കണമെങ്കിൽ ആ ഒരു പടത്തിന്റെ ഒരു ഓളം അങ്ങനെയാണ്. അത് തിയേറ്ററിൽ വന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു രക്ഷയില്ല. നമുക്ക് ഒരുപാട് പേർക്ക് മിസ്സായിട്ടില്ലേ 4K. പക്ഷെ ഇത് സൂപ്പർ ആയിട്ട് നമ്മൾ വിചാരിച്ചെങ്കിൽ ഇതിനു മുമ്പ് നമുക്ക് റിലീസ് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ടല്ലോ, മോഹൻലാലിന്റെ ആണെങ്കിലും ആയ നടന്മാരുടെ ആണെങ്കിലും. പക്ഷെ എന്നാൽ ഇത്രയും ഒരു ആ ഒരു പുതിയൊരു പടം പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ.